ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥികളോടും പ്രചാരണത്തിനിറങ്ങാൻ നിർദ്ദേശം. ഹൈക്കമാൻഡ് ഫോണിൽ വിളിച്ചാണ് പ്രചാരണത്തിന് നിർദ്ദേശം നൽകിയത്. സ്ഥാനാർത്ഥി പട്ടിക വൈകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ നടപടി. തർക്കമുള്ള മണ്ഡലങ്ങൾ ഒഴികെ പ്രചാരണം തുടങ്ങി. കണ്ണൂർ, പെരുമ്പാവൂർ, നെടുമങ്ങാട് ഉൾപ്പെടെ പ്രചാരണം തുടങ്ങിയിട്ടില്ല. റോഷിപാൽ വിവരങ്ങളുമായുണ്ട്. റോഷിപാൽ, ഫോൺ വിളി എത്താത്തവരൊന്നും പട്ടികയിലില്ലെന്നാണോ വിചാരിക്കേണ്ടത്? മധു, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. സ്ഥാനാർത്ഥി പട്ടിക വൈകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, അത് നിയുക്ത സ്ഥാനാർത്ഥികളാണ്. കാരണം സാങ്കേതികമാണ് പ്രഖ്യാപനമെങ്കിൽ പോലും സാധാരണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ പ്രചാരണം തുടങ്ങാറില്ല. അങ്ങനെയുള്ള ഒരു പതിവ് കോൺഗ്രസിലില്ല. പക്ഷേ 55 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞുള്ള ഭൂരിഭാഗം സ്ഥാനാർത്ഥികളോടും പ്രചാരണത്തിനിറങ്ങാൻ നിർദ്ദേശം നൽകി. അത് ഒറ്റപ്പേരിലെത്തിയ എല്ലാ മണ്ഡലങ്ങളിലും ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയോ KC വേണുഗോപാലോ നേരിട്ട് വിളിച്ച് സ്ഥാനാർത്ഥികളോട് എത്രയും പെട്ടെന്ന് പ്രചാരണം തുടങ്ങാനുള്ള നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും ഈ പ്രഖ്യാപിക്കാത്ത മണ്ഡലങ്ങളിലെ, അത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നേമത്ത് ശബരിനാഥന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഒപ്പം അരുവിക്കരയിൽ VS ശിവകുമാറിൻ്റെത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. പക്ഷേ തിരുവനന്തപുരത്ത് ചിറയൻകീഴും കോവളവും ഒപ്പം വട്ടിയൂർക്കാവും മാത്രമാണ് പ്രഖ്യാപിച്ചത്. 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എല്ലാ മണ്ഡലങ്ങളും, നെടുമങ്ങാട് ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം തുടങ്ങി. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അങ്ങനെ ചില സന്ദേശങ്ങളുടെ പേരിലാണല്ലോ ദീപ്തി മേരി വർഗീസ് പ്രചാരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത്. പോസ്റ്റർ അടിച്ചതും ഫ്ലെക്സ് പ്രിന്റ് ചെയ്തതുമൊക്കെ. പക്ഷേ അതൊക്കെ ഇപ്പോൾ വെറുതെയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ പട്ടിക പുറത്തു വരാതെ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളും അണികളും വിശ്വസിക്കുക? മധു, ഇത് ഒറ്റപ്പേരുള്ളതാണ്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും ഒപ്പം അവിടെ ഷിയാസും തർക്കമാണ്. അവിടെ തർക്കമില്ലാത്ത ഒറ്റപ്പേരിൽ എത്തിയ മണ്ഡലങ്ങൾ മാത്രമാണ് പ്രഖ്യാപനത്തിന് മുമ്പ് പ്രചാരണത്തിന് നിർദ്ദേശം നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തർക്കമുള്ള ഈ പെരുമ്പാവൂരടക്കം കൊച്ചി അടക്കമുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. ഏതാണ്ട് 10ഓളം വരുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇപ്പോഴും പ്രചാരണമില്ല. കാരണം അവിടെ ഒന്നിൽ കൂടുതൽ പേർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ തർക്കം ഉള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പ്രചാരണം പിന്നീട് പ്രഖ്യാപനത്തിന് ശേഷമാകും, അല്ലെങ്കിൽ ഒറ്റപ്പേരിലെത്തിയതിനു ശേഷം അവർ വിളിച്ചു പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കണ്ണൂരിന്റെ കാര്യമാണ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ K. സുധാകരൻ കാത്തിരിക്കുമ്പോൾ അതേസമയം തന്നെ കണ്ണൂരിലെ പ്രഖ്യാപനം നടന്നിട്ടില്ല. അവിടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കാത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരാളുണ്ട്. അത് TO മോഹനാണ്, മുൻ മേയറാണ്. അവിടെ പ്രാഥമികമായ ഒരുക്കങ്ങൾ TO മോഹൻ തുടങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എതിർപ്പ് കാരണം തൽക്കാലത്തേക്ക് ഇന്ന് യോഗം ഉപേക്ഷിച്ചു എന്ന് മാത്രം. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്, സങ്കീർണമാവുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. ഈ പട്ടികയിൽ പേരുള്ളവർ അത് ഔദ്യോഗിക പ്രഖ്യാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ നേതാക്കളെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നു, സാമുദായിക സംഘടനകളെ നേതാക്കളെ കാണുന്നു, പ്രചാരണം തുടങ്ങുന്നു, റോഡ് ഷോ തുടങ്ങുന്നു. കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പതിവാണിത്. സാധാരണ കോൺഗ്രസ് പട്ടിക പ്രഖ്യാപിച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് അവർ മാധ്യമങ്ങളെ കാണുള്ളൂ, അവർ പ്രചാരണം തുടങ്ങുള്ളൂ, റോഡ് ഷോ തുടങ്ങുള്ളൂ. പക്ഷേ പ്രഖ്യാപിച്ചത് 55 മാത്രമാണ്. ഇപ്പോൾ പ്രചാരണം തുടങ്ങിയത് അതിൽ എത്രയോ കൂടുതലാണ്. തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലമാണ് പ്രഖ്യാപിച്ചത്. ശരി, അസാധാരണമായ നീക്കമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒറ്റപ്പേരുള്ള മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടാത്ത, 2ാം ഘട്ട പട്ടികയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെടാത്ത തർക്കമില്ലാത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളോട് പ്രചാരണത്തിലിറങ്ങിക്കൊള്ളൂ എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രചാരണത്തിൽ പിന്നോട്ട് പോവേണ്ടതില്ല, മറ്റുള്ളവർ എന്ന തീരുമാനമായിരിക്കാം ഒരുപക്ഷെ ഹൈക്കമാൻഡിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം വരാൻ കാരണം.